ഇന്നലെ രാത്രി കൊച്ചി കളമശ്ശേരിയിൽ ഗ്യാസ് ടാങ്കർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കളമശ്ശേരിയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും രാവിലെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ ക്യാബിൻ എത്തിക്കും. അതിനുശേഷം ടാങ്കർ ഈ സ്ഥലത്ത് നിന്ന് മാറ്റും. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മറ്റ് ആശങ്കകൾക്കൊന്നും ഇടയില്ല. വാതക ചോർച്ച പോലത്തെ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമൊന്നുമില്ല. പൂർണ്ണമായും പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പായി ലഭിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കാവ്യ. ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ അപകടത്താണ് ഞാനുള്ളത്. ഈ കാണുന്ന ലോറിയാണ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത്. കർണാടക രജിസ്ട്രേഷൻ വലിയ ബുള്ളറ്റ് ടാങ്കറാണ്. ഈ കളമശ്ശേരിയിൽ TVS ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഈ ലോറി ഇവിടേക്ക് വരുമ്പോൾ മീഡിയനിലിടിച്ച് ഈ ദേശീയപാതയ്ക്ക് കുറുകെ വീണത്. അതിനുശേഷം മണിക്കൂറുകളുടെ ശ്രമഫലമായി ഈ ഗ്യാസ് ടാങ്കർ ഉയർത്തി ഇപ്പോൾ പാതയ്ക്കൊരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇത് റോഡിന് കുറുകെ ആയിരുന്നുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഗതാഗതക്കുരുക്കിന് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 11:30-ഓടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ആ സമയത്ത് പോലീസും ഫയർഫോഴ്സും ചെയ്തത് ഈ ഒരു ഭാഗം, അതായത് ഈ ലോറി കിടക്കുന്ന ദേശീയപാതയുടെ ഈ ഒരു ഭാഗം പൂർണ്ണമായും ഗതാഗതം അടച്ച് ഒരു വഴിയിലൂടെയാക്കി ഗതാഗതം. അത് ആ സമയം അതായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഗതാഗതക്കുരുക്കില്ലാതെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചു, 11:30 മുതൽ ഫയർഫോഴ്സ് ഈ ടാങ്കർ ഉയർത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ ഘട്ടം മുതൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ ഉയർത്തിയ ശേഷം ദേശീയപാതയ്ക്ക് അരികിൽ ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പുതിയൊരു ക്യാബിൻ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പുതിയൊരു ക്യാബിനാണ്. ഈ ക്യാബിനകത്തേക്ക് ഈ ടാങ്കർ, നിലവിൽ അപകടത്തിൽപ്പെട്ട ആ ടാങ്കർ ഈ പുതിയ ക്യാബിനിലേക്ക് മാറ്റും. അത് മാറ്റിയ ശേഷം ഇവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പാതയ്ക്ക് അരികിൽ ഇങ്ങനെ ഏറെ സമയം ഇടാൻ കഴിയില്ല. ഇത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയ ടാങ്കറായിരുന്നു. അതായത് BPCLൻ്റെ പ്ലാന്റിൽ നിന്ന് പ്രൊപ്പിലിൻ വാതകം നിറച്ച ബുള്ളറ്റ് ടാങ്കറാണിത്. അതാണ് അപകടത്തിൽപ്പെട്ടത്. ഒരുപക്ഷെ വലിയ തരത്തിൽ വാതക ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമായി മാറുമായിരുന്നു. പക്ഷേ വാതക ചോർച്ചയില്ലാതെ ഇന്നലെ രാത്രി തന്നെ, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്താണ് ആ ചോർച്ച ഇന്നലെ രാത്രി തന്നെ അടച്ച് വാതകം ചോരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഗുജറാത്തിലേക്ക് പോകാനിരുന്നതാണ്. പക്ഷേ ഇത്രയും ഇനിയൊരു വലിയ റിസ്ക്കാണ് അവിടം വരെ ഇത് കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ടാങ്കർ പുതിയ ക്യാബിനിലേക്ക് മാറ്റി ഇത് പുറപ്പെട്ട BPCL ഇരുമ്പനത്തുള്ള പ്ലാന്റിലേക്ക് തന്നെ തിരികെ ഈ ടാങ്കർ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ ദൃശ്യങ്ങൾ കാണാം, ഈ വാഹനം, ഈ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റി മറ്റേ പുതിയ ക്യാബിനിലേക്ക്, അത് ആ പുതിയ ക്യാബിനിൽ സ്ഥാപിച്ച ശേഷം നേരെ ഇരുമ്പനത്തേക്ക്, അതായത് ഇത് കൊണ്ടുവന്നിടത്തേക്ക് തന്നെ തിരികെ കൊണ്ടുപോവുകയാണ്. ഗുജറാത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ടാങ്കറിൽ ഇനി ചോർച്ചയുണ്ടായാൽ വലിയ അപകടകരമാകും. അതുകൊണ്ട് നേരെ പുതിയ ക്യാബിനിലേക്ക് ഈ ടാങ്കർ പിടിപ്പിച്ച ശേഷം അത് തിരികെ ഇരുമ്പനത്തേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പോലീസും ഫയർഫോഴ്സിൻ്റെയും ഇന്നലെ രാത്രിയിലെ ആ രക്ഷാപ്രവർത്തനമാണ്. കാരണം 11:30-ഓടെ ഇത് സംഭവിച്ചു. വളരെ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും വാതകം ചോരുന്നുണ്ടോ എന്നവർ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ചോരാനുള്ള എല്ലാ സാധ്യതയും ഒഴിവാക്കി ഗതാഗതം നിയന്ത്രിച്ചു. അതിനുശേഷം പുലർച്ചെ 5:15 വരെ നീണ്ടുനിന്ന ശ്രമമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 6 മണിക്കൂറോളം തുടർച്ചയായി അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ഈ ടാങ്കർ സാധാരണ നിലയിലേക്ക് അത് ഉയർത്തി റോഡരികിലേക്ക് മാറ്റിയത്. ഇനി ഈ ടാങ്കർ പുതിയ ക്യാബിനിലേക്ക് മാറ്റിയ ശേഷം അവിടെ നിന്ന് വീണ്ടും തിരികെ ഇരുമ്പനത്തേക്ക് തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാവ്യ, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കത് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. മറ്റു പ്രശ്നങ്ങളൊന്നും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത നിലയിലേക്ക് ഇപ്പോൾ ടാങ്കർ TVS ജംഗ്ഷനിൽ പൂർണ്ണമായും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു ക്യാബിൻ എത്തിച്ചതിന് ശേഷമായിരിക്കും ഇത് ഈ സ്ഥലത്ത് നിന്ന് നീക്കുക, തിരികെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉമേഷ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. വാതക ചോർച്ച ആ നിലയിലുള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. ആ നിലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് എന്ന ഒരു ഉറപ്പും ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്.